ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മീൻ വറുത്തതിൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മീൻ കിളിമീനാണ്. അത് നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഈ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ ആവശ്യത്തിനുള്ള മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ആദ്യം കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കിയെടുക്കുക. ഇത് ഇത്ര മതിയാവും. ഇനി ഇത് ഓരോ മീൻ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നമ്മൾ ഈ വരഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് ഇറങ്ങണം. അതേപോലെ മീനിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോഴത്തേനും ഈ മസാലക്കൂട്ടൊക്കെ മീനിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടുള്ളൂ. അതിനായിട്ടൊരു കല്ലിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഈ മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. തീയ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്നാലാണ് മീനിൻ്റെ ഉൾവശം കൂടി നന്നായിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടുള്ളൂ. ഇപ്പം മീനിൻ്റെ ഈ ഒരു ഭാഗം 80% ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പം മീൻ തിരിച്ചിടുകയാണ്. എന്നിട്ട് ആ ഭാഗം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. അതിനുശേഷം തിരിച്ച് മറിച്ചു വിട്ടിട്ട് അവസാനം ഞാൻ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് സവാളയും കറിവേപ്പിലയും ചേർക്കുകയാണ്. എന്നിട്ട് 1-2 മിനിറ്റ് ഈ മീനിൻ്റെ കൂട്ടത്തിൽ കിടന്നിട്ട് സവാള ഒന്ന് മൂക്കട്ടെ. ഈ സമയത്ത് വെളുത്തുള്ളി ചതച്ചതുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ മസാലയുടെ കൂട്ടത്തിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തത് കാരണമാണ് ഇപ്പം അങ്ങനെ ചെയ്യാത്തത്. ഇത്രയും മതിയാവും. തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീര് കൂടെ ഇതിൻ്റെ മേലെ കൂടെ തൂവാവുന്നതാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക.